Hello, examiner students. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് ഷുവറായി വരുന്ന കുറച്ച് IT തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ക്വസ്റ്റ്യൻസ് എന്നാൽ നിങ്ങൾ തന്നെ പഠിച്ചു പോകാൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പഠിച്ചു പോകും അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു 10-15 ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യാം. അതുപോലെ അത് ഇനിയും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമ്മുടെ ചാനലിൽ ITക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്, പ്രാക്ടിക്കലും തിയറിയും. നിങ്ങൾക്ക് സൺക്ലോക്കിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, കപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, ഇൻസ്കേപ്പിൻ്റെ വേറെ ഉണ്ട്, പിന്നെ മെയിൽ മെർജ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലും കിട്ടും. അതുപോലെ വേറെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പ്ലേലിസ്റ്റ് എല്ലാം എടുത്തു വെച്ചോ, കാരണം എക്സാം അടുത്ത് വരികയാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ഒരു റിക്വസ്റ്റ് ഉണ്ട് മക്കളെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഒരു പൈസയും എഫേർട്ട് എടുക്കില്ല, ഫ്രീ ആണ്. അതെന്താണെങ്കിലും ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ആണെന്ന് നമ്മൾ കൂടുതലും ചെയ്യും. ആൻഡ് മാർക്കരുത്, അടുത്ത് ഇത് വീഡിയോ ഒന്ന് വേണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ കമൻറ്റ്സ് വരുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റുകൾ കുറേ ഇട്ടോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റിലേറ്റഡ് ടു ഐഡിയലി കറക്റ്റ്? ഐഡിയലി എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഐഡിയലി അല്ല ഐഡിയൽ എന്ന് പറയുന്ന സാധനം എന്താണ്. നമ്മൾ ഈ സംഭവം ഇതെന്താണ്, ഇത് എന്തിൻ്റെ ഷേപ്പാണ്? ഇതൊരു പൈത്തൺ പാമ്പിൻ്റെ അല്ലേ. പൈത്തൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. അപ്പം ആനിമേഷൻ അല്ല, ഗ്രാഫിക്സ് അല്ല. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇങ്ക്സ്കേപ്പ് പറയാം, ഫോട്ടോഷോപ്പ് എന്ന് പറയാം. IDE എന്ന് പറയുമ്പം IDE ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് തെറ്റായതൊക്കെ ക്രോസ് ഔട്ട് ചെയ്യാം. ഞാൻ എന്താ നമുക്ക് വലിയ കട്ടി ഇതല്ല. ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിൻഫിക് ആണ് നമുക്ക് പഠിക്കാൻ, 2D ആനിമേഷൻ. ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ നമുക്ക് ഏതാണുള്ളത്, നമുക്ക് ഇങ്ക്സ്കേപ്പ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ IDL ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ക്വസ്റ്റ്യൻ 1 ഇസ് ഓവർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ അഡീഷണൽ സോഫ്റ്റ്വെയർ യൂസ് ടു, സോഫ്റ്റ്വെയർ കോഡ് അല്ലെങ്കിൽ ഒരു ലൈബ്രറി എന്നും കൂടി പറയാം, ടു ക്രിയേറ്റ് ജോമെട്രിക്കൽ ഷേപ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ്. നിങ്ങൾ എന്തൊരു ഷേപ്പ് വരയ്ക്കുമ്പോഴോ, സർക്കിളോ സ്ക്വയറോ ഫോർവേഡോ റൈറ്റോ ലെഫ്റ്റൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫ്രം എന്തോ ഇമ്പോർട്ട് ചെയ്യും. എന്താണത്? എന്തൊരു സാധനം ഇമ്പോർട്ട് ചെയ്യും. അതാരാണ്? പൈത്തൺ ഷെല്ലാണോ, ഇമ്പോർട്ട് ആണോ, ഐഡിയലി ആണോ? ഐഡിയലി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, അതല്ല. ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ്, സാധനത്തിന് ഇമ്പോർട്ട് ചെയ്യും, ലൈബ്രറിനെ ഇമ്പോർട്ട് ചെയ്യും. പൈത്തൺ ഷെല്ലും അല്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് ടെർട്ടിൽ എന്ന് പറഞ്ഞൊരു ആനിമൽ, ആമക്കുട്ടി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതാണ് വരയ്ക്കാൻ പോകുന്നത്, സർക്കിളും സ്ക്വയറും റൈറ്റും ലെഫ്റ്റും ആംഗിളൊക്കെ അല്ലേ. അപ്പം സർക്കിളാണ് നമ്മുടെ ടേർട്ടിലാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 2 ഇസ് ഓവർ. ഇനി നോക്കാം, ഒരു കോഡ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ പൈത്തൺ പ്രോഗ്രാം ടു ഗെറ്റ് എ റെക്ടാങ്കുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗൺ കേട്ടോ. റെഗുലർ പെൻറ്റഗൺ ആണെന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്യട്ടെ. റെഗുലർ പെൻറ്റഗൺ, റെഗുലർ കേട്ടോ. റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും സെയിം സൈസ്. ഓക്കെ, നോക്കിയേ, ആസ് ഇസ് ഗിവൺ ഫസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതെന്താണ് നോക്കട്ടെ. ദ പിക്ചർ ഇസ് മാർക്ഡ് ജസ്റ്റ് ആസ് എ ഹിൻറ്റ്. ഇപ്പോൾ നോക്കിയേ, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതുപോലെയാണ് വേണ്ടത്, പക്ഷെ നമുക്ക് എന്താണ് ഈ ഫോട്ടോ നോക്കാം. ഈ ഫോട്ടോ നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പം ആദ്യം തന്നെ നമുക്കറിയാം ടേർട്ടിലിനെ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, അത് കറക്റ്റാണ്. ഇവിടെ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കറക്റ്റാണ്. എല്ലായിടത്തും അത് കറക്റ്റാണ്. ഇനി നമുക്കറിയാം എത്ര സൈഡുണ്ട്, 1 2 3 4 5 സൈഡുണ്ട്. പെൻറ്റഗണിന് 5 സൈഡുള്ള ഷേപ്പാണ്. അപ്പോൾ നോക്കിയേ, 1 2 3 4 5 5 അപ്പോൾ നമുക്ക് ഫോർ I ഇൻ റേഞ്ച് 5 അത് കറക്റ്റാണ്. എല്ലായിടത്തും ഫോർ I ഇൻ റേഞ്ച് 5 തന്നെയാണ് തന്നത്, അതും കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കണ്ട, ഈ ഡയഗ്രാം നോക്കിയോ കേട്ടോ. ഈ ഡയഗ്രാമാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോക്കിയേ, നമ്മൾ ഇവിടുന്ന് തുടങ്ങുക. എന്നിട്ട് നമ്മളെന്താണ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ 100 പോയി. ഓക്കെ, 100 പോയി. ഇനി എത്ര ആംഗിളാണ് മക്കളെ നിങ്ങൾ ചെയ്തത്? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കിക്കേ, ഫോർവേഡ് 100 എല്ലായിടത്തും പോയി. ഇനി തന്നിരിക്കുന്ന ആംഗിൾ ഇത് എന്താണെങ്കിലും ഇത് നോക്കിയാൽ 100 യൂണിറ്റ് ആണ് തന്നത്, 100. അപ്പോൾ ഇതല്ല. ഓക്കെ, ഫോർവേഡ് 72, ഫോർവേഡ് 108 അല്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഓക്കെ, ഇവർ രണ്ടാളും അല്ല. ഇനി നോക്കിക്കേ, ഇവിടെ ഫോർവേഡ് 100, ഫോർവേഡ് ഇത്. ഇനി റൈറ്റ് 72 എന്നാണ് പറഞ്ഞത്. റൈറ്റ് 72, ഇവിടെ റൈറ്റ് 108. അത് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. നമ്മുടെ പോയിൻ്റർ ഇതാ ഇങ്ങനെ വരുന്നു, നേരെ ഫോർവേഡ് 100 പോയി. ഇനി നമുക്ക് റൈറ്റിലേക്ക് പോകണം അല്ലേ. റൈറ്റിലേക്ക് നോക്കിയാൽ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ നമുക്ക് പുറത്ത് എക്സ്റ്റേണൽ ആംഗിൾ 72. അപ്പം നമ്മൾ വിചാരിക്കും സാർ നമുക്ക് റൈറ്റിലേക്ക് 108 അല്ല. നമ്മൾ നേരെ പോകുന്ന ആംഗിൾ ഇങ്ങോട്ട് മാറി എത്ര? 72 ഡിഗ്രി. അപ്പം നമുക്ക് നോക്കാം ഏതാണ് റൈറ്റ് 72. റൈറ്റ് 108 അല്ല, റൈറ്റ് 72. അപ്പോൾ ഇയാളാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഓപ്ഷൻ A. അപ്പോൾ നമ്മൾ കോഡൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ, ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ഇറ്റ് മേ ബി നീഡഡ് ടു ഗിവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട് റിപ്പീറ്റഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിപ്പീറ്റഡ് ആക്ഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്? മലയാളം മീഡിയംകാരൊക്കെ ശ്രദ്ധിച്ചോ. പൈത്തൺ പ്രോഗ്രാമിൽ
ചില ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടീവിനെ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടാവും വിത്ത് അനദർ സെറ്റ്സ് ഓഫ് റിപ്പീറ്റഡ് ആക്ഷൻ. അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സെറ്റ് ഓഫ് റിപ്പീറ്റഡ് ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫോർ ഐ ഇൻ ഇത് ഫോർ ജെ ഇൻ ഇത്. അപ്പോൾ എന്താണ് പറയുക, ഒരു സെറ്റ് ഓഫ് റിപ്പീറ്റഡ് സാധനത്തെ നമ്മൾ വിളിക്കും ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കുക, 2 തവണ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചക്രം കറങ്ങുന്നുണ്ട്, എന്താണ് പറയുക, ലൂപ്പല്ല. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സാധനം. അതിൻ്റെ ഉള്ളിലൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും നെസ്റ്റഡ് ലൂപ്പ്. ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ ലൂപ്പ് എന്നാണ് പറയുക കേട്ടോ. സ്റ്റേറ്റ്മെൻ്റ് അല്ല, ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ലൂപ്പും അല്ല. ഓക്കെ, നെസ്റ്റഡ് ലൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചോ, നിങ്ങളുടെ തിയറി നല്ല ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. ഇനി നോക്കിക്കേ, ഐഡൻറ്റിഫൈ ദ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ടു റിമൂവ് ഓൾ ലൈൻസ് ടെക്സ്റ്റ് എക്സെട്ര ഇൻ പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റോ ഷേപ്പോ ഒക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വളരെ സിമ്പിൾ, ക്ലിയർ സ്ക്രീൻ വെക്കണം അല്ലേ? അല്ല, ക്ലിയർ സ്ക്രീൻ അല്ല, ക്ലിയറുമല്ല, CLR SCR അല്ല, ക്ലിയർ ഓൾ അല്ല. അപ്പോൾ എന്താണ് ഇതിലേത് ഒരു കറക്റ്റ് ഓപ്ഷൻ ഉണ്ട്. CLR SCR കമ്പ്യൂട്ടർ സയൻസ്, എന്താണ് നമുക്കറിയാം, C++ ആണ്. ക്ലിയർ സ്ക്രീൻ അല്ല, ക്ലിയർ ഓൾ അല്ല, ക്ലിയർ വെറും ബ്രാക്കറ്റ് കാലിയനാണ്, വെറും ക്ലിയർ. ഓക്കെ, വെറും ക്ലിയർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലീൻ ഒന്നല്ല, ക്ലിയർ അല്ല, ക്ലിയർ ഓൾ അല്ല, ആകെ വരുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ക്ലീൻ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇപ്പം പഠിച്ചല്ലോ. ഇനി ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ഇൻ പൈത്തൺ ടു കൺസ്ട്രക്ട് എ ജോമെട്രിക്കൽ ഷേപ്പ് വിത്ത് ബ്ലൂ ബോർഡർ ആൻഡ് ഫിൽ കളർ യെല്ലോ. ഫിൽ കളർ യെല്ലോ. സി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പൈത്തണിൽ കളറിൻ്റെ സ്പെല്ലിംഗ് എന്താ, COLOR. യു എന്ന് കണ്ടാൽ അപ്പം തെറ്റിക്കും. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. പൈത്തണിലെ കളർ എപ്പോഴും COLOR, അല്ലെങ്കിൽ കോഡ് വർക്ക് ചെയ്യൂല. ഇനി പെൻ കളർ തന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് വേണ്ടത്, ബ്ലൂ സ്ട്രോക്ക്, ബ്ലൂ ബോർഡറും യെല്ലോ ഫില്ലും ആണ് വേണ്ടത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക്, എന്താണ് ഇതിൽ കറക്റ്റ് ആൻസർ? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് അറിയെങ്കിൽ നമുക്കറിയാം. എന്താണ് കളറാണ് വരിക, കളർ എന്താണ്, പുറത്ത് ബ്ലൂ. അപ്പം ഈ ഡബിൾ അപ്പോസ്ട്രഫി മാർക്സ് ഇൻവേർട്ടഡ് കോമ മറക്കരുത്, വെറും ബ്ലൂ എന്ന് എഴുതിയ വർക്ക് ചെയ്യാം. ബ്ലൂ കോമ യെല്ലോ. ഓക്കെ, ബ്ലൂ ആണ് ആദ്യം വരുന്നത്, ഫില്ലാണ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് SVG? SVG എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ഒരു ഫയൽ സേവ് ചെയ്യണം. എക്സ്പോർട്ട് അല്ല, സേവ് ചെയ്യുകയാണെങ്കിൽ SVG ആയിട്ടാണ് സേവ് ചെയ്യുക. റാസ്റ്റർ ഫയലും ഉണ്ട്, വെക്ടർ ഫയലും ഉണ്ട്. SVG ഒരു വെക്ടർ ഗ്രാഫിക്സിൻ്റെ ഒരു ഓപ്ഷനാണ് കേട്ടോ, ഒരു ഫയൽ നെയിമാണ്. അപ്പം നോക്കിയാൽ സ്റ്റാറ്റിക് വെക്ടർ, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നീങ്ങാത്തത്, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, സ്റ്റാറ്റിക് ഒന്നുമല്ല. സ്കെയിലബിൾ വെക്ടർ, സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ വലുതാക്കാൻ ചെറുതാക്കാൻ, ഇങ്ങനെ വെക്ടർ എന്ന് പറയുമ്പോൾ അതാണ് പ്രത്യേകത. സ്കെയിലബിൾ വിഷ്വൽ ഗ്രാഫിക്സ്, വിഷ്വലൊന്നും അല്ല. സോഷ്യൽ വെക്ടർ അതല്ല. അപ്പം എന്താണ് സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, ഇതാണ് SVGൻ്റെ ഫുൾ ഫോം. ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ വേർഡ് പ്രോസസ്സർ. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിനക്സിലൊരു പ്രത്യേക സാധനമുണ്ട്. അതെന്താണ് നമുക്കറിയാം, report.odt ഉണ്ട്, ODS ഉണ്ട്, ODB ഉണ്ട്, ODP ഉണ്ട് അല്ലേ. ഈ ടിയും എസും ബിയും പിയിലൊക്കെയല്ലേ വ്യത്യാസം വരുന്നത്. നമ്മൾ പബ്ലിഷിംഗ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ODT ആണ്. ODS എന്താണ്, സ്പ്രെഡ്ഷീറ്റൊക്കെ ഉള്ള സാധനം, ഷീറ്റ് അല്ലേ. അപ്പോൾ ODT ആണ് വേർഡ് പ്രോസസ്സർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് പൈത്തൺ ഇൻസ്ട്രക്ഷൻ? തെറ്റായതുണ്ട്, അവ കറക്റ്റ് ചെയ്താണ്. ഫ്രം സ്റ്റാർ ടേർട്ടിൽ ഇമ്പോർട്ട് അല്ല, ഫ്രം സ്റ്റാർ ടേർട്ടിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനങ്ങളുണ്ട്, ഈ സാധനങ്ങൾ കോളൻ വരുന്നത് അതെപ്പോഴാണ് വരിക, അത് ലൂപ്പ് തുടങ്ങുമ്പോഴല്ലേ, ഒരു സെറ്റ് ഓഫ് കോഡ് വരുമ്പോഴാണ്. പക്ഷേ അപ്പോൾ ഇയാൾ രണ്ടാളും അല്ല, കാരണം എന്താണ്, നമുക്കത് വരുന്നില്ല, അത് വേണ്ട. ഓക്കെ, അപ്പോൾ അത് രണ്ടും അല്ല, ഇത് രണ്ടും അല്ല. ഇനി ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ആണോ, ഫ്രം ടേർട്ടിൽ സ്റ്റാർ ഇമ്പോർട്ട് ആണോ? ഇല്ല, ടേർട്ടിൽ നിന്നുള്ള ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം ആസ്റ്ററിക്സ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, സെക്കൻഡ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതും കിട്ടിയല്ലോ. നമ്മൾ ഏകദേശം 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊക്കെ പഠിച്ച് പോകണം കേട്ടോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ IT at സ്കൂൾ GNU ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ഫ്രം ഡാഷ് ഫ്രീ സോഫ്റ്റ്വെയർ. സിമ്പിൾ അല്ലേ, സിമ്പിൾ. നമ്മുടെ വിൻഡോസ് ആണല്ലോ അല്ലേ, നമ്മളെല്ലാവരും വിൻഡോസ് ഉപയോഗിക്കുന്നു, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നു, വിൻഡോസ് ആയിരിക്കും അല്ലേ. അല്ല, റെഡ് ഹാറ്റും അല്ല, മാൻഡ്രേക്കും അല്ല, വിൻഡോസും അല്ല, ഉബുണ്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊതുവേ വിൻഡോസും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആൻഡ്രോയിഡും ഐഫോണും ആപ്പിളും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന IT at സ്കൂൾ GNU ലൈനക്സ് എന്ന് പറയുന്നത് എന്താണ്, ഉബുണ്ടു സോഫ്റ്റ്വെയർ എന്നാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ഫ്രീ ആയ സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളൊരു 10 തിയറി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഹോപ്പ്ഫുള്ളി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. എനിക്കറിയാം തിയറി മൊത്തം ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നത് കുറേ സമയമെടുക്കും, നിങ്ങൾക്കും അത് ബോറിംഗ് ആയി തോന്നിയിട്ടുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ പഠിക്കുമ്പോൾ
ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പഠിക്കുക. വേറെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ നമ്മൾ കളർ എന്നുള്ള സ്പെല്ലിംഗ് പഠിച്ചു, എന്താണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എന്തൊക്കെ അല്ലാന്നും പഠിച്ചു. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാകും തിയറി ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഏത് ടോപ്പിക് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതെല്ലാം കമൻറ്റ്സിൽ അറിയിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബാക്കി വീഡിയോസ് വേഗം തന്നെ വരുന്നതായിരിക്കും.